ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങയുടെ ഹൽവയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം हम बनाने जा रहे മാംഗോ ഹൽവ. ദിഖാएंगे कैसे है. ഞാനൊരു 3 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെത്തി വൃത്തിയാക്കി എടുക്കാം. 3 കിലോ आम लिया है. इसका पूरा छिलका निकाल के साफ करके आएंगे. മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. आम का छिलका पूरा निकाल के छोटा छोटा पीस करके आएंगे. ഇതുപോലെ നമുക്ക് എല്ലാം ചെറിയ പീസുകളാക്കി എടുക്കാം. ऐसे ही सब छोटा छोटा पीस करेंगे. ഞാൻ കുറേ മാങ്ങ അരിഞ്ഞു കഴിഞ്ഞു. काट के रखा है. ये मिक्सी का जार में डाल के अच्छे से पीसना है. നല്ലതായിട്ട് അരക്കണം. വെള്ളം ചേർക്കരുത്. बिल्कुल पानी नहीं डालना है. മാങ്ങായി ഞാൻ അരച്ച് എടുത്തു വെച്ച് കഴിഞ്ഞു. पूरा आम अच्छे से पीस के रख दिया है. മാങ്ങ മുഴുവനും ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. आम पूरा अच्छे से पीस के रखा है. एक पैन गरम हो गया. 3 ടേബിൾ സ്പൂൺ ഗീ डाला है. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് മാങ്ങ ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ മാങ്ങായി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അച്ചസെ മിക്സ് കത്തിച്ച് 3 കിലോ മാങ്ങ ഉണ്ടായിരുന്നു. 3 കിലോ आम था. इसमें हम 1.5 कप चीनी डालेंगे. 1.5 कप पंचदार ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. इसका पानी अच्छा से सूखने तक थोड़ा मिला दीजिएगा. നല്ലതായിട്ട് വെള്ളം ഒന്ന് പറ്റുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. പകുതി കൂടുതൽ വെള്ളം മാങ്ങാടെ പറ്റി കഴിഞ്ഞു. आधे से ज़्यादा पानी थोड़ा सूख गया. देखिए एकदम मोटा हो गया. നല്ല കട്ടിയായിട്ട് മാങ്ങ വന്നിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 3 टेबल स्पून कस्टर्ड पाउडर लिया है. 1 कप दूध लिया है. थोड़ा थोड़ा डाल के अच्छे से मिला देंगे. 1 കപ്പ് പാൽ കൂടി എടുത്ത് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡിനകത്ത് 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ कस्टर्ड पाउडर के लिए 1 कप दूध डाला है. देखिए अच्छे से मिक्स करके रखा है. നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. अच्छे से मिक्स करना है. जल्दी मिक्स करना है. പെട്ടെന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. जल्दी थोड़ा मिक्स कर दीजिएगा. बाकी कस्टर्ड भी डाल दें. ബാക്കി എടുത്ത് വെച്ചിരുന്ന കസ്റ്റാർഡ് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. ലോ ഫ്ലെയിം में डाल के कस्टर्ड डाल दीजिएगा. ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്. പഞ്ചസാരയായിട്ട് ചേർത്ത് इलायची पाउडर करके चीनी में डाल के पाउडर करके रखा था वो भी डाल दें. अच्छे से मिक्स करना है. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാങ്ങ ഹൽവ ആയിക്കൊണ്ടിരിക്കുകയാണ്. अभी हम लोग इसके लिए काजू किशमिश फ्राई करना है. पहले 1 मुट्ठी काजू लिया है. ഒരു പിടി പറങ്ങാണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് വറുത്തെടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞു. घी डाला है. गरम हो गया. काजू डालना है. പറങ്ങാണ്ടി ആയി കഴിഞ്ഞു. इसमें अभी किशमिश डाल रहे हैं. ഇതിനകത്തോട്ട് തന്നെ ഞാനിപ്പോൾ കിസ്മിസും കൂടി ഇട്ട് വറുത്തെടുക്കും. പറങ്ങാണ്ടി മുന്തിരിങ്ങായി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. കാജു किशमिश फ्राई हो गया. निकाल देंगे. हलवा आईക്കൊണ്ടിരിക്കുകയാണ്. हलवा हो रहे. पहले 3 टेबल स्पून घी डाला था. अभी तक घी डाला नहीं. 3 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചതല്ല. നമ്മൾ പിന്നെ നെയ്യ് ഒഴിച്ചിട്ടില്ല. ഇപ്പം നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓർ 2 ടേബിൾ സ്പൂൺ घी भी डाल दें. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അച്ഛസെ മിക്സ് തന്നെ. ഹൽവ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും ഇത് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. नॉन स्टिक में बनाने से अच्छा है. मिक्स करने के लिए थोड़ा सुविधा हो जाएगा. നമുക്ക് കിളക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സഹായമായിരിക്കും. അടിയിലൊന്നും പിടിക്കുന്നില്ല. ഈച്ച ബിൽക്കുൽ നൈ പക്കട്ടെ. 2 ടേബിൾ സ്പൂൺ घी भी डाल दें. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. और थोड़ा होना है. കുറച്ചും കൂടെ നമുക്കൊന്ന് തിക്കായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. और ഹൽവ ഒരുവിധം നല്ലതായിട്ട് കട്ടിയായി കഴിഞ്ഞു. हलवा थोड़ा अच्छा सा मोटा हो गया. अभी फ्राई करके रखा था वो काजू किशमिश डाल रहे हैं. अच्छे से मिक्स करना है. നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹൽവ റെഡി ആയി കഴിഞ്ഞു. हलवा रेडी हो गया. देखिए सब
इसमें से तेल निकलने के लिए शुरू किया है. നമ്മുടെ ഇതിനകത്തുനിന്ന് എണ്ണ ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. നോക്കി പാൻ എല്ലാം നല്ല ക്ലീൻ ആയി കഴിഞ്ഞു. പാൻ പൂര ക്ലീൻ हो गया देखिएगा. ബിൽക്കുൽ നീച്ചെ नहीं पकड़ा है. താഴെ ഒട്ടും തന്നെ ഇട്ടിട്ടില്ല. നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ച ട്രേയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ച ട്രേ ആണ്. ഇതിലേക്ക് നമുക്ക് ഹൽവ ഇട്ട് കൊടുക്കാം. इसमें हलवा डाल दें. स्प्रेड ചെയ്ത് കൊടുക്കാം. थोड़ा स्प्रेड करना है. തണുക്കാൻ വെക്കാം. ठंडा करने के लिए रखेंगे. നമ്മുടെ ഹൽവ തണുത്ത് കഴിഞ്ഞു. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഹൽവ ठंडा हो गया. थोड़ा पलटी करेंगे. നമ്മുടെ ഹൽവ നോക്കിക്കേ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. थोड़ा कटिंग करके देखेंगे. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഹൽവ റെഡി ആയിട്ടുണ്ട്. മാംഗോ ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട്. എന്നാലും 1 കിലോ വെച്ചൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കടയിൽ പോയാലൊന്നും സാധാരണ ഈ മാംഗോയുടെ ഹൽവ കിട്ടാറില്ല. दुकान में जाने से मैंगो का हलवा नहीं मिलेगा. घर में ही बनाना पड़ेगा. अच्छा लगेगा. आप लोग को खाने के लिए भी अच्छा लगेगा. आप लोग को पसंद हो जाएगा. बहुत पसंद हो जाएगा. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമല്ല, ഒത്തിരി ഇഷ്ടപ്പെടും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.